ഈ വ്യക്തിപരമായ സാഹചര്യങ്ങൾ കൂടി മുതലെടുക്കുകയാണ് അല്ലേ പെൺകുട്ടികളുടെ? അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്, സപ്പോർട്ട് അങ്ങനെയുള്ള ഒരു ഫാമിലി ആകുമ്പോൾ ഇവര് ബാക്ക്ഗ്രൗണ്ട് നോക്കുക, അല്ലെങ്കിൽ സിനിമയിൽ ഇത്ര ആവേശമുള്ള കുട്ടികളൊക്കെ ആകുമ്പോ എന്തിനും തയ്യാറാണ്. അവർക്ക് സിനിമ കിട്ടിയാൽ മതി എന്ന് തോന്നുന്ന ഒരു രീതിയിൽ അവര് സിനിമ മേഖലയിലുള്ളവർ മുതലെടുക്കാറുണ്ട്. പിന്നീട് അവർ പറയുന്നത് എന്താ, ഇപ്പൊ മറ്റേ കുട്ടി പറഞ്ഞല്ലോ, രേവതി പറഞ്ഞ എന്താണ്, നീയൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്, അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞില്ലേ ആ കുട്ടി. അത് സത്യമാണ്. ഈ പിള്ളേരൊക്കെ, ഈ കൊച്ചു പിള്ളേരൊക്കെ വന്നവൻ ആര് വിശ്വസിക്കാൻ, ഇതിപ്പോ ആര് വിലക്കെടുക്കാനാണെന്നൊക്കെ ഇവരുടെ ധാരണ. ഓക്കെ, അത് സത്യമാണ് ആ കുട്ടി പറഞ്ഞത്. എന്തെങ്കിലും തരത്തിൽ ഇതുപോലെ പേരും പ്രശസ്തിയും ഒന്നും ഇല്ലാത്ത ആളുകളായതുകൊണ്ട് ഇവരൊക്കെ വലിയ ആളുകളാണ്, ഇവരൊക്കെതിരെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നതൊരു വലിയ ആത്മവിശ്വാസമായി കൊണ്ടു നടക്കുകയാണ്. അതെ, അത് സത്യമാണ്. അപ്പൊ നമ്മളെ പോലുള്ള ഇവർ അനുഭവിച്ച നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന പ്രമുഖ നടിമാരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. അപ്പൊ അവർക്ക് ഫെയിമിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് എല്ലാവർക്കും അവരുടേതായ കുറെ പ്രൈവസിയും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളൊന്നും പുറത്തു വരാത്തത്. ഈ സ്ത്രീകളോട് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിക്കുന്നതിൽ സ്ത്രീകൾ കൂടി ഉൾപ്പെടുന്നു എന്ന് പറയുന്നു. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും ചില സ്ത്രീകൾക്കെതിരായി അല്ലെങ്കിൽ അവരുടെ സമീപനത്തിനെതിരായുള്ള പരാമർശങ്ങളുണ്ട്. ഏതു മേഖലയിലുള്ള ആളുകളാണ് ആ തരത്തിൽ ഇടപെടുന്നത്? സിനിമ മേഖലയില് സ്ത്രീകൾ എന്ന് പറയുന്നത് അവര് പറയുന്നവര് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ആണ്, കാസ്റ്റ് ചെയ്യുന്നവരാണ്, കൺട്രോൾ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളുടെ അടുത്ത് സമീപിക്കും, ഫോട്ടോ അയച്ചു കൊടുക്കും. അപ്പൊ അവര് ചോദിക്കും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ, ഇന്ന ആൾക്കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ നല്ല റോള് കിട്ടുമെന്ന് അവര് പറയാറുണ്ട്. പിന്നീട് വേറൊരു സംഭവം ഞാൻ വന്നിട്ടുണ്ടോ? അങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ അത് എപ്പോഴാരും ഓർമ്മയില്ല. അങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്നെ. പിന്നെ വേറൊരു സംഭവം ഞാൻ അവതരിപ്പിച്ചിരുന്നു. അതായത് വയനാട്ടിൽ വെച്ച് നടക്കുന്ന ഒരു ഷൂട്ട്, നടൻ ഷൈൻ ടോം ചാക്കോട് ഒരു ഷൂട്ട്. അപ്പോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ ഒരു മൂവിക്ക് റോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു കൺട്രോളർ വിളിച്ചപ്പോ 2 ദിവസത്തെ ഷൂട്ടാണ്, തനിക്ക് ഒരു റോൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പിന്നെ ശരി. അപ്പൊ ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് വിളിക്കുന്നത്. എന്നിട്ട് വേറൊരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു 3 മണി ആകുമ്പോഴേക്കും ഫ്ലൈറ്റ് കയറി വരിക കോഴിക്കോട്ടേക്ക്, അവിടുന്ന് വയനാട് എത്തുക. അപ്പൊ പെട്ടെന്ന് ഞാൻ ചോദിച്ചു, പെട്ടെന്ന് ഉണ്ടായതല്ലല്ലോ ഈ സിനിമ, നിങ്ങള് കറക്റ്റ് കാസ്റ്റ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടാണ് ഒരു ഷൂട്ട് തുടങ്ങുന്നത്. അപ്പൊ അവര് പറഞ്ഞ ഏതോ ഒരു ആർട്ടിസ്റ്റ് എപ്പോ ഞാൻ ചോദിച്ചു എന്റെ റോൾ എന്താ, റോളിനെ പറ്റി അറിയാൻ എനിക്ക് അവകാശം ഉണ്ടല്ലോ, എന്റെ റോൾ എന്താന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറഞ്ഞപ്പോ അവരാരും ഒന്നും പറയുന്നില്ല. പിന്നീട് ഞാൻ പല രീതിയിൽ കണക്ട് ചെയ്ത് അന്വേഷിച്ചപ്പോ അതിലെ പ്രൊഡ്യൂസർ പറയാണ്, എനിക്ക് സിനിമയിൽ റോൾ ഇല്ല, സത്യത്തിൽ അവർ വിളിക്കുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടി 2 ദിവസം ചില്ലൗട്ട് ചെയ്യാനാണ് ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ റോൾ ഇല്ലാതെ എനിക്ക് അയാളുടെ കൂടെ നിൽക്കാൻ വേണ്ടി എനിക്ക് വരേണ്ട ആവശ്യമില്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ ഷൈൻ ടോം ചാക്കോയെ പരിചയമുള്ള ആരാന്ന് എനിക്കറിയില്ല, എന്നെ ഒരു പുരുഷനും ഒരു സ്ത്രീയും എന്നെ വിളിച്ചു. സ്ത്രീയുടെ പേര് അമ്മ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ട്. എന്നെ വിളിച്ചു പറഞ്ഞു, ഷൈൻ ടോം ചാക്കോ എറണാകുളത്തുണ്ട്, നിങ്ങൾ വന്നു. കേൾക്കാമോ? അങ്ങ് സംസാരിക്കുന്നതിൽ ചെറിയ പ്രശ്നമുണ്ട്, കേൾക്കാമോ? കോൾ കട്ടായി പോയിട്ടുണ്ട്. ഒരൊറ്റ നിമിഷം, കേൾക്കാമോ? ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ? അതെ, പറഞ്ഞോളൂ. അങ്ങനെ ഞാൻ അതിൽ നിന്ന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഒഴിഞ്ഞു മാറി.